الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار أشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدًا عبده ورسوله النبي المختار وعلى آله الأطهار وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء ولو أننا إذا متنا تركنا لكان الموت راحة كل حي ولكننا إذا متنا بعثنا ونسأل بعد ذا عن كل شيء اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പരിപൂർണമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഏത് സന്ദർഭത്തിലും മരണം നമ്മിലേക്ക് കടന്നുവരും എന്ന ബോധത്തോടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
അള്ളാഹു ആ നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തം നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ റമളാൻ എന്ന മാസത്തിനു ശേഷം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഈദുൽ ഫിത്ർ ആഘോഷിച്ച് വീണ്ടും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് പഠിക്കാനും മനസ്സിലാക്കാനും വൈജ്ഞാനികമായ ഒരു സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൽ സന്നിഹിതരാകാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. എല്ലാ മാസവും നമ്മൾ നടത്തി വരാറുള്ള വിജ്ഞാന സദസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം രണ്ടാമത്തെ ചൊവ്വാഴ്ച ഞാനും നിങ്ങളും ഒന്നിച്ച് ചേർന്നിട്ടുള്ളത്. തുടർച്ചയായ ഒരു പഠനമായിരുന്നു നാം നടത്തി വന്നിരുന്നത്. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു പഠനം, അതാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത സമയങ്ങളിൽ നമുക്ക് തുടരണം. അതിന് മുന്നോടിയായി റമളാനിനൊക്കെ ശേഷം ഒരു ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണ് എന്ന കാരണത്താലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ചേർത്തി മരണാനന്തര ജീവിത വിജയത്തിന് വിശ്വാസം അതിപ്രധാനമാണ് എന്ന ഒരു വിഷയത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പിറന്നു വീണ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം അത് മരണമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ പരിചയപ്പെടുത്തിയ ഒരു പദം അൽ യഖീൻ എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പള്ളി അടുത്ത് തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്നിരുന്നാലും ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. സൂചിപ്പിച്ചു വന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മരണത്തെ പരിചയപ്പെടുത്തിയത് അൽ യഖീൻ എന്നാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ
ഉറപ്പുള്ളത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൂറത്തുൽ ഹിജ്റിന്റെ ഏറ്റവും അവസാനമിറങ്ങിയ ആയത്ത് ഒരുപക്ഷെ റമളാനിന്റെ അവസാന ഖുതുബയിൽ അല്ലെങ്കിൽ പെരുന്നാളിന്റെ ഖുതുബയിൽ നമ്മൾ കേട്ടതായിരിക്കാം ആ ഒരു വചനം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ അല്ലാഹുവിനെ, നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ ജീവിതത്തിൽ അൽ യഖീനായത് വരുന്നതുവരെ. അൽ യഖീൻ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, മരണമാണ്. അവ ജനിച്ചു വീണ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവൻ മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ്. ലോകത്ത് പല വിഷയങ്ങളിൽ തർക്കങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുണ്ട് ആളുകൾക്കിടയിൽ. പക്ഷേ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് പോലും സംശയമില്ലാത്ത വിധം എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നതാണ്, ജനിച്ചു വീണ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും എന്നത്. പക്ഷെ ആ മരണത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുന്ന മരുന്നുകൾ കണ്ടെത്താൻ പലരും ഞങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന വീരവാദം മുഴക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്ത്. പക്ഷെ അവരൊക്കെ ഇന്ന് മരണപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. സൂറത്തുൽ വാഖിഅ അതിന്റെ 60-ാമത്തെ വചനമാണ്. നാം നിങ്ങൾക്കിടയിൽ മരണം അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നാം പരാജയപ്പെടുകയില്ല, മരിക്കുക തന്നെ ചെയ്യും ലോകത്ത് പിറന്ന സർവ മനുഷ്യരും എന്നർത്ഥം. എന്നാൽ ആ മരണത്തെ സംബന്ധിച്ച് ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന കൃത്യമായ ഒരു മെസ്സേജ്, മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒടുക്കമല്ല, തുടക്കമാണ് എന്നതാണ്. മരണം ജീവിതത്തിന്റെ ഒടുക്കമല്ല, തുടക്കമാണ്. മരണത്തോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലായിരുന്നു മനുഷ്യ ജീവിതമെങ്കിൽ ഇന്ന് പല ആളുകളും ചെറിയ ചെറിയ കാരണങ്ങളാൽ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യയുടെ ഒരുപാട് വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു അർത്ഥമുണ്ടാകുമായിരുന്നു. മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് ജീവിതമെങ്കിൽ. പക്ഷേ വിശുദ്ധ ഖുർആൻ മരണത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോ അതിന്റെ കൂടെ തന്നെ സമൂഹത്തെ കൃത്യമായി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന പേരിലുള്ള അധ്യായം, ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ വിശ്വാസികളുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് അല്ലാഹു പിന്നീട് മനുഷ്യനെ പഠിപ്പിക്കുന്നത് ثم إنكم بعد ذلك لميتون, പിന്നീട് തീർച്ചയായും നിങ്ങളെല്ലാവരും
മരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4 മാസമാകുന്ന സമയത്തു തന്നെ അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് നൽകപ്പെടുന്നുണ്ട്. ആ സമയത്തു തന്നെ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ അവിടെ പ്രിയപ്പെട്ടവരെ റബ്ബ് പറയുന്ന വിഷയമുണ്ട്, റസൂലുള്ള പഠിപ്പിക്കുന്ന വിഷയമുണ്ട്. ഒരു മനുഷ്യന്റെ ആ ശരീരത്തിലേക്ക് വെച്ചു കൊടുത്ത റൂഹുണ്ടല്ലോ, ആ റൂഹ് ഇനി ആ ശരീരത്തിൽ നിന്ന് എന്നാണ്, എവിടെ വെച്ചാണ്, ഏത് ദിവസമാണ്, ഏത് സമയത്താണ് തിരിച്ചെടുക്കേണ്ടത് എന്നതും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റൂഹ് ശരീരത്തിലേക്ക് വെച്ചു തന്ന അതേ സമയം, ആ സമയത്തു തന്നെ ആ റൂഹിനെ മലക്കുൽ മൗത്ത് എപ്പോഴാണ് അവനിൽ നിന്ന് തിരിച്ചെടുക്കുക എന്ന ആ ഒരു കാര്യവും ആ സമയത്തു തീരുമാനിക്കപ്പെട്ടതാണ്. ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയത് കിതാബം മുഅജ്ജല, രേഖപ്പെടുത്തപ്പെട്ട അവധി. ഞാനും നിങ്ങളുമൊക്കെ മരണത്തിന്റെ ക്യൂവിലാണ് എന്നർത്ഥം. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്നാൽ അടുത്ത ആയത്തിൽ ഈ മരണത്തെ സംബന്ധിച്ച് എപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നുവോ അതുപോലെ വിശ്വസിക്കേണ്ട കാര്യമായി റബ്ബ് പഠിപ്പിച്ചത് സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. എന്നാൽ മനുഷ്യരെ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോ, അഥവാ ഈ ലോകത്തിന് ഒരു അവസാനം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതാ ശാസ്ത്രജ്ഞന്മാര് കൃത്യമായി സമൂഹത്തോട്, ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു വസ്തുതയുണ്ട്. സൂര്യന്റെ ശക്തി അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി അതിൻ്റെ ഏറ്റവും അവസാനത്തെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്ന നിലക്കുള്ള വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ലോകത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായി സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ്. അല്ലാഹു പറയാണ്, ലോകം നശിക്കുന്ന സമയമുണ്ട്, എല്ലാം തകർന്ന തരിപ്പണമായി പോകുന്ന ഒരു ദിവസമുണ്ട്. അതങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയ മനുഷ്യർ മുഴുവനും അതാ അല്ലാഹു പറയാണ് തുബ്അസൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ഈ വിശ്വാസമാണ് ജനങ്ങളിലേക്ക് ഇസ്ലാം നൽകുന്നത്. മരണം ജീവിതത്തിന്റെ തുടക്കമാണ് എന്നർത്ഥം, അവസാനമല്ല എന്നതാണ്. അവസാനമല്ല എന്നതാണ്. അത് വിശ്വസിക്കാതെ അതിനെ പരിഹസിച്ചിരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവര് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അവര് ചോദിക്കാറുണ്ടായിരുന്നു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്ന് മരിച്ചുപോയ ആളുകളുടെ ദ്രവിച്ചുപോയ എല്ലിൻ പൊടികൾ ഇങ്ങനെ കയ്യിലെടുത്തു വന്ന് അത് ഊതി പാറിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഓ മുഹമ്മദേ, ഊതിയാൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി വീഴുന്ന ഈ നുരുമ്പിയ എല്ലിൻ പൊടികളിൽ നിന്ന് രണ്ടാമത് മനുഷ്യനെ കൊണ്ടുവരാൻ കഴിവുള്ളവനാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു നൽകുന്ന മറുപടിയുണ്ട്, ഖുൽ നബിയേ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക്,
യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഊതിപ്പാറിപ്പിച്ചു കളയാൻ എല്ലിൻ പൊടികളെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നുമില്ലാത്ത ഒന്നിൽ നിന്നാണല്ലോ നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. ഹൽ അതാ അലൽ ഇൻസാനി ഹിനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ കൃത്യമായ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? 30 വയസ്സുള്ള ഒരാള് 31 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ് അവന്റെ ജീവിതത്തിൽ. ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ ഒരവസ്ഥയിലേക്ക് പടിപടിയായി വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് റബ്ബാണ്. അപ്പൊ ഒന്നുമില്ലാത്ത ഒന്നിൽ നിന്ന് നിങ്ങൾ ആദ്യം സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിൽ നിന്ന് രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരാൻ ഒരു പ്രയാസവും അല്ലാഹുവിന് ഇല്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ തുടക്കമാണ്. മരിച്ചു മൺമറഞ്ഞു പോകുന്ന ഏതൊരാളും പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല, അവൻ മറ്റൊരു ജീവിതത്തിലേക്കാണ് യാത്ര പോകുന്നത് എന്നർത്ഥം. ഇതാണ് സമൂഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ലോകത്തിന്റെ വിജയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത്. ആ ലോകത്ത് വിജയിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി ആഗ്രഹമായി ഞാനും നിങ്ങളും കാണേണ്ടത് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതും. നമുക്ക് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നാം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു വചനമാണല്ലോ സൂറത്തു ആലു ഇമ്രാനിന്റെ 185-ാമത്തെ വചനം. അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന്റെ ആ ഒരു ആസ്വാദനം എല്ലാവരും ആസ്വദിക്കുന്നതാണ്. ആർക്കെങ്കിലും അല്ലാഹു ശാശ്വതമായി ഈ ലോകത്ത് ജീവിക്കാൻ ഒരവകാശം നൽകിയിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അനുവാദം അല്ലാഹു നൽകുമായിരുന്നു. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിക്കേണ്ടവരാണ്, എല്ലാവരും മരിക്കുന്നവരാണ്. അല്ലാഹു ശേഷം പറഞ്ഞെന്താ പ്രിയപ്പെട്ടവരെ? അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഇന്നമാ തുവഫൗന വുജൂറക്കും യൗമൽ ഖിയാമ. മനുഷ്യരുടെ സർവമാന പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ഈ ഭൗതികമായ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല. തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ ശിക്ഷകളും ലഭിക്കുന്നില്ല. എന്നാൽ നന്മ തിന്മകൾക്ക് അർഹമായ പ്രതിഫലം നൽകാൻ അല്ലാഹു ഒരുക്കി വെച്ച ഒരു ലോകമാണ് പരലോകമെന്ന് പറയുന്നത്. ശേഷം അല്ലാഹു പറയാണ് ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ട്, നരകമുണ്ട്. ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടിയവന്. ഈ ഭൗതികമായ ജീവിതം കൊണ്ട് വിജയിച്ചവൻ അവനാണ്. ഈ ജീവിതം പടച്ച റബ്ബ് നൽകിയത് പ്രിയപ്പെട്ടവരെ ആ ജീവിതം നേടിയെടുക്കാനാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ.
ദുനിയാവെന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. ഈ ദുനിയാവ് കൊണ്ട് ആ വിജയം നേടിയെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മരണത്തിനു ശേഷം ബർസഖി ലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്, അതുപോലെ തന്നെ സിറാത്ത് പാലത്തിലൂടെയുള്ള യാത്രയുണ്ട്, സ്വർഗം, നരകം. ഇവിടെയെല്ലാം നമുക്ക് വിജയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും. അത് നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല, ഒരു കാലത്തും പാടില്ല. അതിനുവേണ്ടി അല്ലാഹു ഒരു റമദാന് മാസം മാത്രമല്ല നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റമദാന് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നാം നിർവഹിച്ച കർമ്മങ്ങളെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ ഭദ്രമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധ്യമാണോ എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളായ ഏത് പ്രവർത്തനങ്ങളും സർവ നന്മകളെയും നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മരണാനന്തര ജീവിതത്തിന്റെ രക്ഷ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാവണം നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കേണ്ടത്. അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനവും ജീവിതത്തിൽ പാടില്ല. ആ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കേണ്ടത്. മഹാന്മാരായ സ്വഹാബത്തല്ലേ നമുക്ക് മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാതൃകയായി കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് ആലോചനയിൽ ഇങ്ങനെ മുഴുകി നിൽക്കാറുണ്ട്. എപ്പോഴും ചില സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോ അവരോട് ചോദിക്കുകയാണ് മറ്റു ചില ആളുകൾ, എവിടെ എത്തിയെന്നാ ചോദിക്കാറുള്ളത്. എന്താ ചിന്തിക്കുന്നത് എന്നല്ല, എന്താണ് ഇത്ര ആലോചിക്കുന്നത് എന്നല്ല, മറിച്ച് നിന്റെ ആലോചന, നിന്റെ ചിന്ത എവിടെ എത്തി എന്നതാണ്. സ്വഹാബത്ത് മറുപടി പറയാറുണ്ട്, അസ്സിറാത്ത്, സിറാത്തിനെ കുറിച്ചാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. സിറാത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് ഇപ്രകാരം പറയാറുണ്ടായിരുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഈ റമളാനിലും ഒരുപക്ഷേ നമ്മൾ കേട്ടതാവാം. എന്താണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ വെറുതെ ഒരു ഒഴിവ് സമയം സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ഒരു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരയുകയാണ്, പിന്നീട് പൊട്ടിക്കരയുകയാണ്. ആ കരച്ചില് കണ്ട് ഭാര്യ കരയാൻ തുടങ്ങുന്നു. ഭാര്യയും കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചില്ലേ, എന്തിനാണ് പ്രിയതമേ നീ കരയുന്നത്? ആ സമയത്ത് ഭാര്യ പറയാ, നിങ്ങളെന്തിനാ കരയുന്നത്? നിങ്ങളുടെ കരച്ചില് കണ്ടാ ഞാൻ കരയുന്നത്. എന്താ കാര്യമെന്നറിയാതെ ഒരുത്തന്റെ കരച്ചില് കണ്ട് മറ്റൊരാള് കരയണമെങ്കിൽ ആ കരച്ചിലിന്റെ ഭയാനകത, ആ കരച്ചിലെ പ്രകാരമായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഭാര്യയോട് അദ്ദേഹം പറഞ്ഞില്ലേ, ഖുർആനിലെ 2 ആയത്തുകളും നിന്നോടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാനൊന്ന് ഓർത്തുപോയി. സൂറത്തു മറിയമിന്റെ 71-72 വചനങ്ങളാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ വചനങ്ങളിൽ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ
കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. എന്താണ് അല്ലാഹു മനുഷ്യരോട് അവന്റെ തീരുമാനങ്ങളിൽപ്പെട്ട ഏറെ ഗൗരവമുള്ള, ഒരിക്കലും മാറ്റം വരാത്ത വിധത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു തീരുമാനമാണ് ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അതേ, ഞാനും നിങ്ങളുമൊക്കെ ഭയപ്പെടുന്ന നരകമുണ്ടല്ലോ, മറ്റുള്ളവരെ പല ഹറാമായ പ്രവർത്തനങ്ങളിലൂടെയും പല വിധത്തിലുള്ള സുഖങ്ങളും തേടി പോകുമ്പോ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയത് ഏത് നരകത്തിന്റെ തീനാളങ്ങളെ ഭയന്നുകൊണ്ടാണോ, ആ നരകത്തിന്റെ മുന്നിലേക്ക് നമ്മൾ വരും. എല്ലാവരും നരകത്തിന്റെ മുന്നിൽ വരുമെന്നാണ്, ആരും ഒഴിവല്ല. ലോകത്ത് പിറന്ന സർവ്വ മനുഷ്യരും അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന നാളിന്റെ അവസാന സെക്കൻഡിൽ പിറന്ന അവസാന മനുഷ്യൻ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു നരകത്തിന്റെ മുന്നില്. എല്ലാവരും നരകം കാണുകയാണ്. എന്നിട്ടോ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ഈ ഭൗതികമായ ലോകത്ത് മരണം വരെ തഖ്വയോടുകൂടി ജീവിച്ച ആളുകളുണ്ടല്ലോ, അവരാണ് ആ നരകത്തിന്റെ അരികിൽ നിന്ന് അവര് സ്വർഗത്തിലേക്ക് നടത്തപ്പെടുന്നു, മാറ്റപ്പെടുന്നു. തഖ്വയില്ലാതെ ജീവിച്ചു മരിച്ചു പോയ ആളുകളുണ്ടല്ലോ, അതാ മുട്ടുകുത്തിയ നിലയിൽ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുന്നു എന്നതാണ് ആ ആയത്തിലുള്ള വിഷയം. അദ്ദേഹം ചോദിക്കുകയാണ് ഭാര്യയോട്, ഞാൻ രക്ഷപ്പെടുമോ? ആ നരകത്തിന്റെ മുന്നിൽ നമ്മ തഖ്വയുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അതല്ല, മുട്ടുകുത്തിയ നിലയിൽ നരകത്തിലേക്ക് വീഴ്ചപ്പെടുന്നവരിലാണോ ഞാൻ ഉണ്ടാവുക? ചിന്തിക്കുകയായിരുന്നു, ആലോചിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത നമ്മിലേക്ക് വരേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ വരേണ്ട ഒരു ചിന്തയല്ലേ, ഏത് സമയത്തും ഉണ്ടാവേണ്ട ഒരു ആലോചനയല്ലേ, നാളെ ഞാൻ രക്ഷപ്പെടുമോ? എന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്ന സമയം, എന്റെ മരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഈമാനുള്ള മുഅ്മിനായ ഒരു മനുഷ്യന്റെ മരണം പോലെയാകുമോ? എന്റെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് സ്വർഗത്തിലെ കഫം പുടവയുമായി വരുമോ? സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുമായി വരുമോ? എന്റെ റൂഹിനെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ആകാശലോകത്തിന്റെ കവാടങ്ങൾ കാവൽക്കാരായ മലക്കുകൾ തുറന്നു കൊടുക്കുമോ? എന്റെ പേര് ഇല്ലിയൂൻ എന്ന അതേ പുണ്യവാന്മാരായ ആളുകളുടെ പേരുകളെല്ലാം എഴുതി വെച്ച രേഖയിൽ എഴുതപ്പെടുമോ? എന്റെ റൂഹിനെ ഖബറിലേക്ക് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ അരികിലേക്ക് മുൻകർ നകീർ മലക്കുകൾ വരുമ്പോ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധ്യമാണോ? അതല്ല, ഞാൻ ഭയപ്പെട്ട ഖബറിലെ അദാബ് അനുഭവിക്കേണ്ട ഒരവസ്ഥയായിരിക്കുമോ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ലോകത്ത് എനിക്ക് സമാധാനം ലഭിക്കുമോ? എന്റെ കർമ്മരേഖ വലത് കയ്യിൽ കിട്ടുമോ? എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷി പറയാൻ എന്റെ അവയവങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് അനുകൂലമായി സംസാരിക്കുമോ? സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ എനിക്ക് കടന്നു പോകാൻ സാധിക്കുമോ? എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമോ? അതല്ല, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കാണുമ്പോ നരകത്തിന്റെ അവസ്ഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, തകാദു തമയ്യസു മിനൽ ഗൈദ്. നരകക്കാരെ കാണുമ്പോ നരകം കോപത്താൽ തിളച്ചുമറിയുമെന്നാണല്ലോ.
എന്നെ കാണുന്ന അവസരത്തിലും അപ്രകാരം നരകം ദേശത്താലും തിളച്ചു മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇതിനെക്കുറിച്ചെല്ലാം പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും ചിന്തിക്കണമെന്നാണ്. വൽ തൻളുറ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമസ്കാരം പോലെ, നോമ്പ് പോലെ, മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ പോലെ ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയായി അല്ലാഹു പഠിപ്പിച്ചതാ. ഈ ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടോ? അതിനെക്കുറിച്ച് ആ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. മരണാനന്തര ലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കണമെന്നാണ്. വലത് കൈയിൽ നാളെ ആഖിറത്തില് കർമ്മരേഖ ലഭിക്കുന്ന സമയം, കർമ്മരേഖ വലതു കൈയിൽ കിട്ടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ ആളുകൾ പറയുന്ന ഒരു വാക്കില്ലേ? എന്താ? സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ? ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ. വലത് കൈയിലെ കർമ്മരേഖ കിട്ടുന്ന സമയത്ത് ആ കർമ്മരേഖ ആളുകൾക്കിടയിലൂടെ ഓടി നടന്ന് അവൻ ആ കിതാബ് ആളുകളോട് വായിക്കാൻ പറയാ. അവനത് തുറന്നു നോക്കുക പോലും ചെയ്യുന്നില്ല. ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയാ, കർമ്മരേഖ വലത് കൈയിൽ അങ്ങ് കിട്ടുന്ന സമയത്ത് അത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ ആളുകളോട് പറയാ, ദാ വായിക്കടോ എന്റെ കിതാബ്. ആരുടെ മുന്നിലും തുറന്നു വെക്കാൻ പറ്റുന്ന ജീവിതമായിരുന്നു അവൻ്റേത്. അതിലുള്ള ഒരു പ്രവർത്തനവും അവനെ ആളുകൾക്കിടയിൽ വഷളാക്കുന്ന തരത്തിലുള്ള, അത് ആരോടും വിളിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള, ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിരുന്നു. എന്തേ കാരണം? ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ. അതാണ് ചിന്ത. അവൻ പറയാ, ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയമത്രയും മരണത്തോടുകൂടി ഭൂമിയിൽ നിന്നുള്ള ജീവിതം അവസാനിപ്പിക്കുന്നത് വരെ ബർസഖി ലോകത്തേക്കുള്ള യാത്ര, മരണമാകുന്ന കവാടത്തിലൂടെ തുടങ്ങുന്ന സമയം വരെ എന്റെ ചിന്ത ഇങ്ങനെ ഒരു ഹിസാബിന്റെ ലോകം എനിക്ക് വരാനുണ്ട് എന്നതായിരുന്നു. ആ ചിന്തയിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്റെ കിതാബ് വലതു കൈയിൽ എനിക്കു നൽകിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഏത് സമയത്തും മരണാനന്തര ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മിൽ ഉണ്ടാവേണ്ടത്. അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ ചിന്ത മുഴുവനും അതിനെക്കുറിച്ചായിരുന്നു. സ്വഹാബത്തിന്റെ ചിന്ത മുഴുവനും അതിനെക്കുറിച്ചാ. ഏത് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴും സ്വർഗം, നരകമോചനം, ഈ ചിന്ത മാത്രമായിരുന്നു അവരിലുണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത്, ബദർ യുദ്ധത്തിന്റെ ചരിത്രം ഈ റമളാനിൽ നമ്മൾ കേട്ടില്ലേ? റമളാൻ 17 നടന്ന ബദർ യുദ്ധം, ഹിജ്റ 2-ാം വർഷം അല്ലേ? ആ യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ദ്വന്ദ്വ യുദ്ധമാണ്. രണ്ടാളുകൾ തമ്മിൽ ഓരോരുത്തർ, ഒരു ഭാഗം ശത്രുഭാഗത്തുനിന്ന് ഒരാള്, മുസ്ലിമീങ്ങൾ ഒരാള്, അങ്ങനെ ഏറ്റുമുട്ടുക. അവസാനം ഒന്നിച്ച് ഒരു കൂട്ടയുദ്ധത്തിനുള്ള ആ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഖുമൂ ഇലൽ ജന്ന അർളു അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ സ്വഹാബാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ
ഈത്തപ്പഴം കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ളതാണോ സ്വർഗം? അതേ എന്ന് പറയേണ്ട താമസം ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം മാറ്റിവെച്ച് ആ സ്വഹാബി യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. റസൂലുള്ള ചോദിക്കുന്നു, ഈത്തപ്പഴം കഴിക്കുന്നില്ലേ? സ്വഹാബി പറയുന്നു, റസൂലേ, ആ സമയം എനിക്ക് വേസ്റ്റാണ്. അത്ര വിശാലമായ സ്വർഗ്ഗം അല്ലാഹു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയം ഞാൻ കളയാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് ആ സ്വഹാബി ഇറങ്ങുമ്പോ, യുദ്ധത്തിന്റെ പൊടിപടലം അവസാനിക്കുമ്പോ ഷഹീദായി 14 പേരുണ്ടായപ്പോ അതിൽ ഈ സ്വഹാബിയുമുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ, നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടോ, അതെല്ലാം കൃത്യമായി പാലിച്ച് ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. ഇനി നമ്മിൽ ഉണ്ടാവേണ്ടത് അതാണ് എന്ന് പറഞ്ഞാൽ ചിന്ത വേണം എന്ന് ഞാൻ സൂചിപ്പിച്ചു. ചിന്ത മാത്രമല്ല, അതിനാവശ്യമായ ജീവിതം എന്താണ് എന്നത് കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് ആ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്, അല്ലേ? ഒരു മാസക്കാലം നമ്മുടെ ജീവിതം സത്യത്തിൽ ആ സ്വർഗത്തിന്റെ മാർഗത്തിലായിരുന്നു, മുത്തഖീങ്ങളായി ജീവിച്ചവരായിരുന്നു. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്, അത്തഖ്വ ഹിയ ഫഅല മാ അമറ അല്ലാഹു ബിഹി വതറക മാ നഹല്ലാഹു അൻഹു. അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുക, വിരോധിച്ചത് ഒഴിവാക്കുക. ഇതാണ് തഖ്വ. ഒരു മാസക്കാലം നമ്മൾ അങ്ങനെ ജീവിച്ചവരാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം മുഇദ്ദത്തൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക്. ആ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാലേ, ഈ മനസ്സിലാക്കിയ നന്മ പ്രാവർത്തികമാക്കണമെങ്കിൽ, മനസ്സിലാക്കിയ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന വിഷയമുണ്ടല്ലോ, വിശ്വാസം അത് നന്നാവുക തന്നെ വേണം എന്നതാണ്. നമ്മൾ അൽ ഉസൂലു സിത്ത, 6 ഇസ്ലാം 6 ഈമാനിക കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണല്ലോ നമ്മിലുള്ളത്. ആ വിശ്വാസം ക്ലിയർ ആയാലും മാത്രമേ നന്മകൾ പ്രവർത്തിച്ച് തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, റസൂലുള്ളാഹ്, സ്വർഗത്തിലേക്കെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ? ആ സ്വഹാബിയോട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. കണ്ടോ? ഖുൽ, നബിയേ, നബി ആ മനുഷ്യനോട് പറയാണ്, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മ ഇസ്തഖിം, പിന്നെ നിന്റെ ജീവിതം ആ വിശ്വാസത്തിന്റെ ഭാഗമായി എപ്രകാരം എന്തൊക്കെ നിർവഹിക്കണമോ അതൊക്കെ നിർവഹിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണമോ അതൊക്കെ ഒഴിവാക്കി ജീവിക്ക്. അങ്ങനെ വന്നാലേ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹ് പറഞ്ഞില്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞവർ. ഈ കൂട്ടത്തിൽ ആരാണങ്ങനെ പറയാത്തത്? നമ്മളൊക്കെ പറഞ്ഞവരല്ലേ റബ്ബന റബ്ബന എന്ന് എത്ര തവണ പ്രാർത്ഥിച്ചവരാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി നിർവഹിച്ച പ്രാർത്ഥനയായി റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ.
അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ശേഷം അല്ലാഹു പറയാ സുമ്മസ്തഖാമൂ, പിന്നീട് അവന്റെ ജീവിതം ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടത് നിർവഹിച്ചുകൊണ്ടും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ടുമായിരുന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ റൂഹ് പിടിക്കേണ്ട സമയമെത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തും അനുയായികളും വരുന്ന സമയം അല്ലാഹു പറയാ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുൽ മൗത്ത് മാത്രമല്ലല്ലോ വരുന്നത്, മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെയും മലക്കുകളുണ്ട്. അവരങ്ങനെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ, അവനോട് പറയാണ്, മരിക്കാനായി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. അവന്റെ മക്കളെക്കുറിച്ച്, അവന്റെ ഇണയെക്കുറിച്ച്, അവന്റെ അവന്റെ ഭൗതികമായ മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും, സ്വാഭാവികമാണ്. പക്ഷേ മലക്കുൽ മൗത്തിനെയും അനുയായികളെയും അതാ സൂര്യപ്രകാശത്തെ വെല്ലുന്ന മുഖശോഭയോടുകൂടി കാണുന്ന സമയമുണ്ടല്ലോ, അവന്റെ മനസ്സിൽ നിന്ന് എല്ലാ ടെൻഷനുകളും നീങ്ങിപ്പോവുകയാണ്, അവന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്. മലക്കുൽ മൗത്ത് എന്ന് പറയുന്നു, വലാ തഖാഫൂ വലാ തഹ്സനൂ, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ, അവരതാ ആ മനുഷ്യന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകുകയാ. ഈ ദുനിയാവിൽ നിന്ന് പോകുന്ന സമയത്തു തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അത് കേട്ടുകൊണ്ടാണ് പോകുന്നത്. ആലോചിക്കൂ നിങ്ങൾ, അത് കേട്ടുകൊണ്ട് പോവുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലേ, ആ ഒരവസ്ഥയിലേക്ക് എത്തണം പ്രിയപ്പെട്ടവരെ. എന്താ വേണ്ടത്? ഒരു സംഭവം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആലോചനയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വഹാബത്തിന്റെ ചിന്ത, സ്വഹാബത്തിന്റെ ആലോചന. നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, പക്ഷേ ഭൗതികമായ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ സുഖദുഃഖങ്ങളെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ സുഖനിമിഷങ്ങളെ കുറിച്ചാ നമ്മുടെ ആലോചന. അതിലാ നമുക്ക് സങ്കടം. വരാനുള്ള ലോകത്തിന്റെ ആ സുഖം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന, ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഒന്ന് ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കരം വെച്ചുകൊണ്ട് ചിന്തിച്ചു നോക്ക്. ആഖിറത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്റെ മരണം അല്ലാഹ് ഏത് സമയത്തും സംഭവിക്കാമല്ലോ. എന്റെ വീടിന്റെ പൂമകത്ത് ഇന്നൊരുപാട് ആളുകൾക്ക് മുന്നിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിലും നാളെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അന്നവരോട് സംസാരിക്കാൻ ഞാനില്ലാത്തയാകുന്ന എന്റെ മയ്യത്തിന്റെ മുന്നിൽ, എന്റെ മേലും അതാ മൂടിപ്പതച്ച വെള്ളത്തുണി നീക്കി വെച്ചുകൊണ്ട് എന്റെ മുഖം കണ്ട് തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. എന്നെ കഫൻ ചെയ്ത എന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ ഉറ്റവരും ഉടയവരും എന്റെ സുഹൃത്തുക്കളും അതാ നമസ്കരിച്ചു വിട പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. എന്റെ മയ്യത്തിനെ അതാ പള്ളിമൂലയിൽ ചാരിവെക്കപ്പെട്ട മയ്യത്തുകട്ടിലേക്ക് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എടുത്തു വെച്ച് എന്റെ കൂട്ടുകാര് ഷോൾഡറിലേക്ക് മയ്യത്തുകട്ടിലിന്റെ കാലുകൾ ചേർത്ത് വെച്ച് എനിക്ക് വേണ്ടി കുഴിക്കപ്പെട്ട ആരടി മണ്ണിലേക്ക് നടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്.
എന്റെ മയ്യത്തൊക്കെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് അതിന് മുകളിലതാ കുരുടീസ് വെച്ച് മണ്ണിട്ട് മോടെ തസ്ബീഹ് ചൊല്ലി ആളുകൾ തിരിച്ചു പോരുന്ന ഒരു ദിവസമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഏതെങ്കിലും ഒരു സമയത്ത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹ് നമ്മളോട് പറഞ്ഞതല്ലേ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ചിന്തിക്കണേ മനുഷ്യ, ആലോചിക്കണേ മനുഷ്യ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. ആ ആലോചന എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നറിയുമോ? അദ്ദേഹത്തിന്റെ അരികിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. പക്ഷേ ആ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സലാം പറഞ്ഞിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. ആ സലാം പോലും കേട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സലാം അടക്കിയില്ല. കേൾക്കാത്തത് കൊണ്ടാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പരാതി പറയാ, ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ അത് മടക്കിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ് ഉസ്മാൻ, ഉമർ റളിയല്ലാഹു അൻഹു താങ്കളോട് സലാം പറഞ്ഞിട്ട് എന്തേ താങ്കൾ മടക്കാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി മാ ശഅറതു അന്നക മറർതു ബി. ഉമറേ, താങ്കൾ എന്റെ അരികിലൂടെ നടന്നു പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല ഉമറേ. വലാ സല്ലംത, താങ്കൾ സലാം പറഞ്ഞതും ഞാൻ അറിഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വഖദ് ശഗലക അൻ ദാലിക അംറ. ഉമറേ, അതിനു മാത്രം എന്താ, നിന്നെ ഇത്രമാത്രം ചിന്തിപ്പിക്കുന്ന വിഷയമെന്താണ് ഉസ്മാൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, എന്താണ് ഇത്രമാത്രം ചിന്തിക്കാനുള്ളത്, അത്ര ഗൗരവമുള്ള വിഷയമാണോ? അദ്ദേഹം പറയുന്നുണ്ട്, അജൽ, അതേ ഖലീഫ, അത്ര ഗൗരവമുള്ള വിഷയം തന്നെയായിരുന്നു. ചോദിക്കുന്നുണ്ട്, എന്താണത്? അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതുവരെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. റസൂലുള്ളാഹിയോട് ഈ വിഷയം ഞാൻ ചോദിച്ചില്ല. അത് ചോദിച്ചിരുന്നുവെങ്കിൽ ഇത്ര ടെൻഷൻ എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രമാത്രം നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം എന്താ? ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ല, എന്ത് ചെയ്തിട്ടാ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുക? ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ എന്താണ് അതിന് വേണ്ടത്? നോക്കൂ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്രവർത്തിച്ചവരാ, പക്ഷെ പിന്നെയും അവർക്ക് ബേജാറാണ്, രക്ഷപ്പെടൂലേ, ആഖിറത്തിൽ രക്ഷപ്പെടൂലേ എന്ന ഒരു ബേജാറ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉസ്മാൻ, താങ്കൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ടതില്ല. ഞാൻ അതിനെക്കുറിച്ച് പ്രവാചകരോട് ചോദിച്ചിട്ടുണ്ട്. മൻ നജാതു ഹാദൽ അംർ. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട് ആഖിറത്തിലേക്ക് എത്തുമ്പോ രക്ഷപ്പെടാനുള്ള കാര്യമെന്താ? ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ലോകത്തെ രക്ഷപ്പെടുക എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൻ ഖബില മിന്നിൽ കലിമത അല്ലതി അറളതു അലാ അമ്മി ഫറദ്ദഹാ അലയ്യ ഫഹിയ ലഹു നജാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഷയമാ. എന്താണ്? എന്നിൽ നിന്ന്
ആര് ഈ കലിമത്ത് സ്വീകരിച്ച് ജീവിക്കുന്നുവോ, ഏതാണ് കലിമത്ത്? ഞാൻ എൻ്റെ പിതൃവ്യൻ മരിക്കാനായി കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പിതൃവ്യനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് അദ്ദേഹം അന്ന് സ്വീകരിച്ചില്ല. പക്ഷെ ആ വാക്ക് ജീവിതത്തിൽ ആര് സ്വീകരിക്കുന്നുവോ അവൻ രക്ഷപ്പെടും. മരണാനന്തര ലോകത്ത് അവൻ രക്ഷപ്പെടും. അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കെന്താണ്? മരിക്കാനായി കിടക്കുന്ന അതുവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്ന അബൂ ത്വാലിബ് മരണപ്പെടാൻ നേരം അള്ളാന്റെ റസൂല് ചെന്ന് പറഞ്ഞില്ലേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, പിതൃവ്യാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പിതൃവ്യൻ അന്ന് സ്വീകരിച്ചില്ല. ആര് അത് സ്വീകരിച്ച് ജീവിക്കുന്നുവോ അവർ രക്ഷപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ ആലോചന നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ ആലോചന നമ്മിൽ ഉണ്ടാവണമെന്നും ഞാൻ സൂചിപ്പിച്ചു. ഇനി രക്ഷപ്പെടാനുള്ള വഴിയാണ്, അതും സ്വഹാബത്തിലൂടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ പഠിച്ചു. എന്താണെന്നറിയുമോ? ഈ ഭൗതികമായ ലോകത്ത് നിന്ന് നമ്മുടെ വിശ്വാസം നന്നാക്കിയാൽ മാത്രമേ അല്ലാഹുവിന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാവണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിലുള്ള വിശ്വാസം നന്നാവണം. ആരാധനകൾക്ക് അർഹനായി അല്ലാഹു മാത്രമാണ് എന്ന് നമ്മൾ കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്. ആ പറച്ചില് കൊണ്ടും കേട്ടത് കൊണ്ടുമായില്ല, ജീവിതത്തിൽ അത് പകർത്തപ്പെടേണ്ടതുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന, അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിനെ പിടിച്ചു മാത്രം സത്യം ചെയ്യുന്ന, അങ്ങനെ ഇബാദത്തുകളായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് മാത്രം അർപ്പിച്ച് ജീവിക്കുന്നവരായി മരണപ്പെട്ടു പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഇല്ലേ, നമ്മുടെ ആഖിറം അത് നമുക്ക് പരാജയമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തില് ഒരു ദുൽമും കലർത്താതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംന, അവർക്കേ നിർഭയത്വമുള്ളൂ. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ച ആളുകള്. ഈ ദുൽമെന്താ? അശ്ശിർക്കു ബില്ലാഹ്. സഹോദരങ്ങളെ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ, ഈമാനോടുകൂടി ലോകത്തോട് വിട പറയാൻ ശിർക്ക് എന്നത് ജീവിതത്തിലുണ്ടോ അത് തടസ്സമായി തീരും പ്രിയപ്പെട്ടവരെ. നമുക്ക് നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആന് പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങള്. എന്താണെന്നറിയുമോ? ചില ആളുകള് മരണപ്പെടാ നേരത്ത് മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം കേൾക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. എന്താ ചോദ്യമെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയാ, സൂറത്തു അറാഫിന്റെ 37-ാമത്തെ വചനം, ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും. നമ്മുടെ മലക്കുകള് ആളുകളെ മരിപ്പിക്കുവാനായി അവരുടെ അടുത്ത് ചെല്ലുന്ന സമയം ഖാലു, അവര് ചോദിക്കുന്നുണ്ട്, ഐനമാ കുന്തും തദഊന മിൻ ദൂനില്ലാഹ്. ഈ ചോദ്യം കേൾക്കുന്ന ഒരാളും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. എന്താ മലായിക്കത്ത് ചോദിക്കുന്നത്? ഐനമാ കുന്തും തദഊന മിൻ ദൂനില്ലാഹ്, എവിടെ പോയി?
അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ എവിടെ? അവരെ ഒന്ന് വിളിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോളം വലിയ പ്രയാസമുള്ള വിഷയം വരാനില്ല. പോവുക, നിങ്ങൾ ഇവിടുന്ന്, നിങ്ങൾ പോവുക. ഇതിനോളം നിങ്ങൾക്ക് ഇടങ്ങാറുള്ളൊരു വിഷയം വരാനില്ല. വിളിക്ക്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുവോ അവരെ വിളിക്ക്. ആ സമയത്ത് സഹോദരങ്ങളെ, മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ബോധ്യമാകും. പക്ഷെ കാര്യമില്ല, അവര് പറയും ഖാലു ളല്ലു ളല്ലു അന്നാ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവര് പറയും വല്ലു അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി കളഞ്ഞോ. മാത്രമല്ല, ഈ വാക്കിലൂടെ അവർക്ക് ബോധ്യപ്പെടും തങ്ങൾ അവിശ്വാസികളായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്, മുസ്ലിമായിട്ടല്ല. മരണം മുസ്ലിമായിട്ടല്ല. അവർ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു, അന്നഹും കാനൂ കാഫിരീൻ, തങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന് അവർക്കെതിരായി അവർ തന്നെ സാക്ഷ്യം നിൽക്കുന്ന ഒരവസ്ഥ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിശ്വാസം നന്നാക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവല്ലാത്തവർക്ക് മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്, ഒന്നും ശരിയല്ല എന്നൊക്കെ ഞങ്ങൾക്കറിയും. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യുക? അത് ചെയ്തില്ലെങ്കിൽ, അതിന് പോയില്ലെങ്കിൽ അവരൊക്കെ ഞങ്ങളോട് പിന്നെ പിണക്കാവും, കുടുംബക്കാര് തമ്മിൽ പ്രശ്നമാകും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയാം, തെറ്റാണെന്നൊക്കെ അറിയാം, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യും, ചിലതൊക്കെ ഒഴിവാക്കും. ഇങ്ങനെ ജീവിക്കുക. ശിർക്കിനും ബിദ്അത്തിനും ഇത്തരം ന്യായീകരണങ്ങൾ ഒരിക്കലും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. എന്തറിയോ, അള്ളാഹുവിന്റെ മലക്കുകള് ചില ആളുകളുടെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാലൂ ഫീമ കുൻതും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു? അവര് പറയും കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങളുടെ നാട്ടിൽ ദുർബലരായിരുന്നു. ഞങ്ങൾക്ക് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ആളുകൾ ശിർക്കിനും ബിദ്അത്തിനൊക്കെ പലവിധ ന്യായീകരണങ്ങളും കണ്ടെത്താറുണ്ട്. ഈ രൂപത്തിലുള്ളത് അത് വിശ്വാസം ക്ലിയർ ആവാത്തത് കൊണ്ട് സംഭവിക്കുന്നതാ. പക്ഷെ ഈ മുസ്തദഅഫീന ഫിൽ അർളി എന്ന് ഈ ആളുകൾ മരിക്കാൻ സമയത്ത് മലക്കുകളോട് പറയുമ്പോ ആ മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാലൂ അലം തകുൻ അർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫിഹാ, ഹിജ്റ പോയിക്കൂടായിരുന്നു? നാട് വിട്ട് ജോലി കിട്ടിയ ആളുകൾ താമസം മാറാറുണ്ടല്ലോ, ജോലിക്ക് വേണ്ടി അല്ലേ? വേറൊരു നാട്ടിൽ ജോലി കിട്ടുമ്പോ ആ ജോലിയുടെ സൗകര്യാർത്ഥം എന്ത് ചെയ്യും? വീട് മാറും. പക്ഷെ ഈ ഈമാനിന് കളങ്കമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരും എന്ത് ചെയ്യുന്നില്ല? മാറി താമസിക്കുന്നില്ല. നിനക്ക് അഡ്ജസ്റ്റ്മെന്റ് ദീന്റെ വിഷയത്തിലില്ല, ഒരു അഴകൊഴമ്പൻ നിലപാട് ഇല്ല അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട്. അതുമാവാം ഇതുമാവാം. അള്ളാഹ് പറഞ്ഞില്ലേ, മുദബ്ദബീന ബൈന ദാലിക്, ആടിക്കളിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരവസ്ഥ അള്ളാഹുവിന്റെ ദീനിൽ പാടില്ല. ഒരു സ്ട്രോങ് നിലപാട് ഏത് വിഷയത്തിലും സ്വീകരിക്കാൻ കഴിയണം. എന്തുകൊണ്ടാ? വിശ്വാസം ക്ലിയർ ആവണം. മലായിക്കത്ത് ചോദിക്കുക, റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നാട് വിട്ടു പോയിക്കൂടായിരുന്നോ? മാറി താമസിക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ എന്തിനാ സ്വഹാബത്ത് ഹിജ്റ പോയത്? മക്ക വിട്ട് മദീനത്തേക്ക് ഒരു ടൂർ പോയതല്ലല്ലോ. നാട് വിട്ട്, നാട്ടുകാരെ വിട്ട്, കുടുംബത്തെ വിട്ട്, സമ്പത്ത് വിട്ട്, പ്രിയപ്പെട്ടവരെ നാട് വിട്ടു പോയത് എന്തിനാ?
ആദർശം പണയപ്പെടുത്തി ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ. ആഖിറത്തിന്റെ രക്ഷയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നത് എങ്കിൽ അതൊക്കെ സഹിക്കും, അതിനൊക്കെ തയ്യാറാകും. അപ്പൊ ഇങ്ങനെ വേണമെന്നതാണ് വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഇത്തരമൊരു സ്ട്രോങ് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശിർക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ പ്രിയപ്പെട്ടവരെ ആഖിറത്തിൽ മാത്രമല്ല ഭൗതികമായ ലോകത്തും ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നാടുകളും നശിപ്പിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നില്ലേ ഖുർആനിൽ? പല നാടുകളും നശിപ്പിച്ച ചരിത്രം. ഭൂകമ്പത്തിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ, ശക്തമായ കാറ്റിലൂടെ ഇന്നും പല നാടുകളിലും പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം ശിക്ഷകളാണ് എന്നല്ല, പരീക്ഷണങ്ങളായിട്ടും കടന്നു വരാം. പക്ഷേ ശിക്ഷകളായി ഇതൊക്കെ വരാനുള്ളൊരു കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ശിർക്ക് പരിപൂർണമായി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടുകളൊക്കെ നശിപ്പിച്ചതിന്റെ പിന്നിലുള്ള കാരണം പറയാ, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിച്ചത് ശിർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. ശിർക്ക് ചെയ്തുകൊണ്ടായിരുന്നു അല്ലാഹുവിൽ വിശ്വസിച്ചത്. അപ്പൊ ശിർക്ക് ജീവിതത്തിൽ അഥവാ വിശ്വാസം നന്നാവാത്ത ഒരവസ്ഥ നമ്മിലുണ്ടെങ്കിൽ അത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്നാണ് ആയത്തുകൾ പഠിപ്പിക്കുന്നത് എന്നർത്ഥം. ആയത്തുകൾ പഠിപ്പിക്കുന്നത് ബർസഖി ലോകത്തേക്ക്, ഈ ദുനിയാവിൽ നിന്ന് വിശ്വാസം നന്നാക്കാതെ പോകുന്ന ഒരാള് ബർസഖി ലോകത്തെത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ഒന്നാമതായി ഇറങ്ങി താമസിക്കാനുള്ള ഖബർ. ആ ഖബറിനകത്ത് മലായികത്തിന്റെ ചോദ്യങ്ങൾ. ആരാ റബ്ബെന്ന് ചോദിക്കുമ്പോ എന്തു മറുപടി പറയും? റബ്ബി അല്ലാഹ് എന്ന് പറയാനുള്ള മറുപടി റസൂലുള്ള പഠിപ്പിച്ചുവെങ്കിൽ ആ മറുപടി പറയാൻ നമ്മുടെ അധരങ്ങൾക്ക് എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിലുള്ള വിശ്വാസം നന്നായിട്ടില്ലെങ്കിൽ. എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ? ആരാ നിന്റെ റബ്ബ് എന്നാണ് ചോദ്യം. നിന്നെ സൃഷ്ടിച്ച് റബ്ബ് എന്ന നാമം 3 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന നാമമാണ്. അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, സദാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, സദാ നിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവൻ, നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. കേവലം റമളാനിന്റെ മാസം മാത്രമല്ല അല്ലേ? റമളാൻ മാസത്തില് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഓഫാക്കി വെച്ച ടെലിവിഷനുകള് പ്രിയപ്പെട്ടവരെ ഓണായി തുടങ്ങിയില്ലേ? സിനിമകള്, സീരിയലുകള്, പാട്ടുകള്, കോമഡികള്, അതിൻ്റെതായ സമയങ്ങളിൽ നമ്മൾ മുഴുകി ലയിച്ച് മാതാപിതാക്കള്, വല്യപ്പ വല്യമ്മ, പേരമക്കള് എല്ലാവരും സൊഫായിരുന്ന് അതിന്റെ മുന്നിൽ കണ്ണും നട്ട് തപസ്സിരിക്കുന്ന ഒരു സാഹചര്യം ഈ റമളാന് കഴിഞ്ഞു തുടങ്ങിയില്ലേ നമ്മിൽ? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ നമുക്ക്? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ നമുക്ക്? റമളാൻ മാസത്തില് ഇതൊക്കെ നിർത്തിവെച്ചത് റമളാൻ എന്ന മാസത്തെ ഭയന്നുകൊണ്ടായിരുന്നോ, അതോ റബ്ബിനെ ഭയന്നുകൊണ്ടായിരുന്നോ? റബ്ബിന്റെ അദാബിനെ ഭയന്നുകൊണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, സലഫി പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ബിഇസൽ ഖൗം, ഒരു ജനത എത്ര മോശമാണെന്നറിയോ? ലാ യഅരിഫൂനല്ലാഹ്, അവരല്ലാഹുവിനെ അറിഞ്ഞില്ല. റമളാൻ മാസത്തിലല്ലാതെ, റമളാനിലല്ലാതെ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിഞ്ഞവർ. അല്ലാഹ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു സദാ നമ്മുടെ മേൽ
നിയന്ത്രണാധികാരം ഏറ്റെടുത്തവനാണ്. ആ റബ്ബിലുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കില്ല എന്നതാണ്. റമളാന് കഴിഞ്ഞു, നിർവഹിച്ചിരുന്ന നിർത്തിവച്ചിരുന്ന സർവ്വ തിന്മകളും തുറന്നവരാണ് നമ്മളെങ്കിലും അടച്ചുവെച്ച തിന്മയുടെ കവാടങ്ങൾ തുറക്കുകയും തുറന്നു വെച്ച നന്മയുടെ കവാടങ്ങൾ അടക്കുകയും ചെയ്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. പിന്നീടെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞതുപോലെ, മുശ്രിക്കുകൾക്ക് അറിയാം സിട്ടാവ് അള്ളയാണ്, മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളയാണ്, അന്നം നൽകുന്നവൻ അള്ളയാണ്, ഇതൊക്കെ അവർക്കും അറിയാം. ഈ വിശ്വാസം നമുക്കുള്ളൂ. അള്ളാനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകളായി നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ബർസഖി ലോകത്തുള്ള ചോദ്യത്തിന്റെ മറുപടി പറയാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണിച്ചുകൊണ്ട് ദാ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോ ഇത് മുഹമ്മദുൻ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി മിൻ ഇൻദില്ലാഹ് ഫസദ്ദഖനാഹു എന്ന് പറയാൻ ബർസഖി ലോകത്ത് റസൂലുള്ളാഹിനെ കാണിക്കപ്പെടുമല്ലോ നമ്മൾ, അല്ലേ? ഖബർ ജീവിതത്തിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരിക്കാനായി കിടക്കുമ്പോ കണ്ണുനീരോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഓരത്തിരിക്കുമ്പോ ഭാര്യയോട് പറയുന്നുണ്ട്, പ്രിയതമേ, ഞാൻ എൻ്റെ ഹബീബിനെ കാണാൻ പോകുന്ന യാത്രയിലാണ്. കരഞ്ഞുകൊണ്ടല്ല, സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വേണം എന്നെ യാത്ര അയക്കാൻ. അതേ പ്രിയപ്പെട്ടവരെ, മരണം ആ റസൂലുള്ളാഹിനെ കാണാനുള്ള ഒരു യാത്ര കൂടിയാണ്. ആഗ്രഹമില്ലേ നമുക്ക് കാണാൻ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ? ബർസഖി ലോകത്ത് റസൂലുള്ളാഹിയെ കാണിക്കപ്പെടുന്നു. പക്ഷേ പല ആളുകളും തിരിച്ചറിയുന്നില്ല. നമുക്ക് വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ അതിയായി കൊതിക്കുന്നു എന്ന് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയാ. സ്വഹാബത്ത് പറയാ, ഞങ്ങളല്ലേ കൂടെയുള്ളത്. റസൂലുള്ളാഹി പറയാ, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. ഞാൻ പറഞ്ഞത്, എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ച ആളുകളുണ്ട്. നമ്മളൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അവരെ കാണാൻ, നമ്മളെ കാണാൻ ആ റസൂലുള്ളാഹി കൊതിക്കുന്നു എന്ന് സ്വഹാബത്തിനോട് പറയാ. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ പ്രവാചകനെ, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഖബറിലേക്ക് ഇറക്കി വെച്ച ആളുകളെ തിരിച്ചു പോകുമ്പോഴേക്ക് നമുക്ക് ജീവൻ ലഭിച്ച് മുൻകർ നകീർ മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് റസൂലുള്ളാഹിയെ കാണിക്കപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടവർക്ക് പോലും റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ കഴിയൂല. പക്ഷെ കാണാത്തവർക്ക് റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ബർസഖി ലോകം. അതാണ് ഇവിടം വിട്ടാൽ നമ്മുടെ നന്മകൾക്കുള്ള പ്രത്യേകത. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രത്യേകത ഏതാണ്? അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത് ഇവരൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ധാരാളമായി കണ്ടവരാ ചെറുപ്പം മുതൽ. പക്ഷേ ബർസഖി ലോകത്ത് അവർക്ക് കാണിക്കപ്പെട്ടാൽ അവർ തിരിച്ചറിയുന്നില്ല. ഇതാരാണെന്ന് പറയാൻ അവർക്ക് സാധിക്കൂല. എന്നാൽ ഇന്നേ വരെ നമ്മളാരും കണ്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. ആ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ റസൂലുള്ളാഹിയെ റോൾ മോഡലായി സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പരിപൂർണമായി വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, ജീവിതത്തിൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള നമ്മുടെ ജീവിതം, അതിന്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും ആ റസൂലുള്ള മാതൃകയാണ്. ആ റസൂലുള്ളാഹിയുടെ കൽപ്പനകൾ സ്വീകരിച്ച് നമ്മൾ ജീവിച്ചാൽ
ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ട് റസൂലുള്ളാഹിനെ കാണിക്കപ്പെടുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മറുപടി നമ്മുടെ അതരങ്ങൾ അങ്ങ് പറയും. മാ ഹാദർ റജുൽ എന്ന് മലായികത്ത് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും, മുഹമ്മദുൻ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി മിൻ ഇൻദില്ലാഹ് ഫസദ്ദഖനാ. ഞങ്ങളിലേക്ക് അല്ലാഹുവിന്റെ കൃത്യമായ വിവരങ്ങളുമായി കടന്നു വന്ന, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തന്ന, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് കൃത്യമായി ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റസൂലാണിത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെന്നാണ് അല്ലേ? ബർസഖി ലോകത്ത് കുടുങ്ങാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ജീവിതം പ്രവാചകരിലുള്ള വിശ്വാസം നന്നാക്കേണ്ടതുണ്ട്. ഇനിയോ ഖബറിലേക്ക് ഇറക്കി വെച്ച് കൂടെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഇമാമ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് പള്ളിയിലെ ഇമാമിന്റെ പേരല്ലല്ലോ പറയേണ്ടത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ സാധിക്കണം അല്ലേ? അതിനെന്തു വേണം? ഖുർആനാകുന്ന വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം നന്നാവേണ്ടതുണ്ട്. ആ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം നന്നാവേണ്ടതുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ നന്നാവേണ്ടത്? ഈ ഖുർആൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് റമളാനിൽ അല്ലാഹു ഇറക്കി കൊടുത്തതാണ്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനിയോ ഇതിലുള്ള മുഴുവൻ ആയത്തുകളും എന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ റബ്ബ് ഇറക്കിയതാണ്. ഇതിലൂടെ പഠിപ്പിക്കപ്പെട്ട നന്മകള് എന്റെ ജീവിതത്തിന്റെ രക്ഷയാണ്. ഇതിലൂടെ പഠിപ്പിക്കപ്പെട്ട തിന്മകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കല് എന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആലോചിക്കൂ നിങ്ങൾ, ഈ രൂപത്തിലുള്ള വിശ്വാസം നന്നാക്കിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഖുർആനെ കാണാനും അങ്ങനെ ഖുർആൻ ഉപയോഗപ്പെടുത്താനും അങ്ങനെ ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ കേൾക്കുന്ന ആയത്തുകളിൽ എൻ്റെ റബ്ബിന് എന്നോട് പറയാനുള്ളതാണ് സ്വർഗത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനു വേണ്ടി. ഇഹത്തിലും പരത്തിലും ആ റബ്ബിന്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും ലഭിക്കാൻ എനിക്ക് എൻ്റെ റബ്ബ് പറഞ്ഞു എന്ന നിർദ്ദേശങ്ങളാണ് ഈ ഖുർആനിലുള്ളത് എന്ന് മനസ്സിലാക്കി അതിനെ പഠിക്കാൻ തയ്യാറാവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കൂ നിങ്ങൾ, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഖബർ ജീവിതമുണ്ട് എന്നൊക്കെ അറിയാം നമുക്ക്. പക്ഷേ ആ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഇല്ലാതെയാകുമ്പോ ഇതൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ സദാ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ. ഇത് എത്ര ദിവസം എത്ര തവണ നമ്മൾ പറയുന്നുണ്ട് ഓരോ ദിവസവും, എത്ര കൊല്ലമായിട്ട് പറയാ. ആരാ അള്ളാഹ് അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അംബിയാക്കള്, ശുഹദാക്കള്, സുദ്ദീഖീങ്ങള്, സ്വാലിഹീങ്ങള്, ഇവരുടെ കൂടെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വസിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയാ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആർക്കാ പ്രിയപ്പെട്ടവരെ ആ സൗഭാഗ്യം ലഭിക്കുക? അള്ളാഹു ഖുർആൻ സൂറത്തുൻ നിസായിൽ പറഞ്ഞില്ലേ, എന്താണ്? അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിപൂർണമായി അനുസരിക്കുന്ന ആളുകൾ. فأولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين, അവരാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അംബിയാഇന്റെ, ശുഹദാഇന്റെ, സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ കഴിയുന്ന ആളുകൾ എന്ന് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കൃത്യമായ അറിവുകൾ നമുക്കുണ്ട്. പക്ഷേ രക്ഷപ്പെടാനുള്ള വഴികൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ പിറകിലാണ്. ഈ ഒരു അവസ്ഥയാണ് തുടരുന്നത് എങ്കിൽ അറിഞ്ഞിട്ടും ഉപയോഗപ്പെടുത്താതെ പോയാൽ നമുക്ക് ലഭിക്കാനുള്ളത് ഭയാനകമായ ശിക്ഷയാണ്.
അത് ഗൗരവത്തോടുകൂടി അറിയണം. എന്തറിയോ, ഈ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ പറയുമ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞില്ലേ, അവര് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൂല, അവർ വ്യഭിചരിക്കൂല, അവർ മറ്റൊരാളെ കൊലപ്പെടുത്തൂല. ഇതൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. എന്നുള്ള പറയാണ്, ഇതെങ്ങാനും അവർ ചെയ്താൽ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് അവർക്കറിയാം, പക്ഷെ ഇതെങ്ങാനും അവർ ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഇരട്ടിയാണ് ശിക്ഷ. ഇരട്ടിയാണ് ശിക്ഷ. ആലോചിക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, മരണത്തെക്കുറിച്ച് നല്ല ഒരു ബോധം നമുക്കുണ്ട്. ഈമാനോടുകൂടി മരിക്കണമെന്ന് ദിനേന പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ. പക്ഷേ ആ ഈമാനുള്ള അവസ്ഥയിൽ ജീവിക്കാതിരുന്നാൽ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുമോ? ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുമോ? കാരണം മരണമെന്ന് പറയുന്നത് എവിടുന്നാ എപ്പോഴാന്നറിയില്ല. പക്ഷെ മരണത്തിൻ്റെ സമയം ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണമെങ്കിൽ ഓരോ സെക്കൻഡിലും ഈമാനോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം. എന്താണ് ഈമാൻ? ഒക്കെ നമ്മൾ വിശദമായി പറഞ്ഞു വന്നതാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. ഒരു വിഷയത്തിൽ അള്ളയും റസൂലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിനപ്പുറത്തേക്ക് പോകാത്തവരാണ് ഈമാനുള്ള ആണും ഈമാനുള്ള പെണ്ണും. ഖുർആൻ 33-ാം അധ്യായം 36-ാമത്തെ വചനം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളയും റസൂലും തീരുമാനം പറയാത്ത ഒരു മേഖല ഈ ഭൗതിക ജീവിതത്തിലില്ല. ഏത് കാര്യത്തിലുമുണ്ട് അല്ലേ? സാമ്പത്തികമായ മേഖല, വൈവാഹിക മേഖല, അതുപോലെ തന്നെ വ്യക്തിപരമായ മറ്റു എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കുന്ന ആളുകളാണ് ഈമാനുള്ള ആളുകൾ. ഇത് അല്ലാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. ഇവർക്കാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നാളെ ആഖിറത്തിലെ വിജയം ഇവർക്ക് മാത്രമാണ്, ഇവർക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, ഒരു വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന, നരകം ലഭിക്കാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈമാനില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ മുഅ്മിനായിട്ടില്ല, ഞാൻ മുസ്ലിമേ ആയിട്ടുള്ളൂ. ഈമാനുള്ള മുസ്ലിമായിട്ടില്ല, ഈമാനുള്ള മുസൽമാനായിട്ടില്ല. അള്ളാഹുവിനെ അനുഗ്രഹിച്ചാൽ അവന്റെ മതത്തിലേക്ക് പറന്നു. പക്ഷെ നമുക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ പോരാ. മുഅ്മിനാവണം, മുഹ്സിനാവണം, ഇങ്ങനെ മരിക്കാൻ സാധിക്കണം നമുക്ക്. അതിന് ചെയ്യേണ്ടതും നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതും ഈ ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഞാൻ ഒന്ന് ഗൗരവത്തോടുകൂടി വിചാരണക്കെടുക്കേണ്ടതുണ്ട്. അതെല്ലാം എൻ്റെ റബ്ബ് അനുവദിച്ചതാണോ, എൻ്റെ റബ്ബ് വെറുത്തതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ലാതെ പോയാൽ നമ്മൾ വിലപിക്കും. നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ കുറിച്ചോർത്ത് സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, ഞാൻ നന്നായിക്കോളാം, നല്ല വാക്ക് പറഞ്ഞ് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് സമ്പത്ത് നിനക്ക് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമല്ല, ഒരല്പസമയം എനിക്ക് തന്നാ മതി എന്ന് അള്ളാഹുവിനോട് സമയം അവസാനിച്ചു പോകുമ്പോൾ വിലപിക്കുന്നവരായി നമ്മൾ മാറും. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്തുള്ള വിലാപം ഒരിക്കലും പരിഗണിക്കപ്പെടുന്നതല്ല. ഈ സമയത്ത് അള്ളാഹ് കേൾക്കും. ചെയ്തു പോയതെല്ലാം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു മടങ്ങിയോ അള്ളാഹു കേൾക്കും. നല്ല ഒരു സമയം നിനക്ക് തരും അള്ളാഹു നന്മകളിൽ മുഴുകാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്മകളിൽ മുഴുകി തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ ഈമാനുള്ള അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിനുവേണ്ടി തൗഫീഖ് ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റമളാനിലെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ നിരന്തരമായി
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റമളാനിൽ ജീവിച്ച ആ ഒരു നന്മയുടെ ജീവിതമുണ്ട്, അത് നിലനിന്ന് കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൽമ് ലഭിച്ച ആളുകളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതാണല്ലോ ആലു ഇമ്രാൻ സൂറത്തിന്റെ 8-ാമത്തെ ആയത്ത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അത് ഇൽമ് ലഭിച്ച ആളുകളുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകരെ കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ നല്ല വിവരമുള്ളവരുടെ പ്രാർത്ഥനയാണ്. ഇത് അധികരിപ്പിക്കുക. റസൂലുള്ള പ്രാർത്ഥിച്ചതല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നന്നാക്കി, കർമ്മങ്ങൾ നന്നാക്കി, ആഖിറത്തിന്റെ വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പിൽ നമ്മുടെ മക്കളൊക്കെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന അവസ്ഥയിലാണ്. അവരൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ വിജയിക്കാൻ വേണ്ടി? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ അവരുടെ വിജയത്തിന് വേണ്ടി? പക്ഷേ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശ്രദ്ധ നമ്മിലില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവമുള്ളേ അത് അല്ലേ? നൈമിഷികമായ ദുനിയാവിൻ്റെ വിജയം, അത് പരാജയ വിജയങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒന്ന് പരാജയപ്പെട്ടാലും സമയമുണ്ട് വിജയിക്കാൻ വീണ്ടും, അല്ലേ? എക്സാമിന് സമയമുണ്ട്. പക്ഷെ അതില്ലാത്തതാണ് ആഖിറത്തിന്റെ വിജയം, ആഖിറത്തിന്റെ പരാജയം. പരാജയപ്പെട്ടോ വിജയിക്കുക സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ലോകത്തിന്റെ വിജയം അത് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഉറപ്പിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി ജീവിച്ചാലും മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഒരുപാട് മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളും സഹോദര സഹോദരിമാരും, അല്ലാഹുവേ, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കേൾക്കരുത് എന്ന് കൊതിച്ച, കാണരുത് എന്ന് കൊതിച്ച പലതും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്ന മക്കൾ ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.